ഞങ്ങൾ ഈ രാത്രിയിലെ ഈ പോകുന്ന വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ചേട്ടൻ എന്ന് പറഞ്ഞു നമുക്കിന്ന് രാത്രി വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും കുഞ്ഞൊക്കെ അപ്പോഴേ റെഡി. അപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്നൊരു കടയുണ്ട്. അപ്പം പറയും ചെയ്തു സമയം ഇത്ര ആയതുകൊണ്ട്, കാരണം 10:45 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ചേട്ടൻ പറയും ഇത് സമയം ഇത്ര ആയതുകൊണ്ട് നമുക്ക് കട അടച്ചാണെങ്കിലും പോയി നോക്കാം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കടയെല്ലാം അടച്ചാണല്ലോ അവിടെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് മുളക്കട പഞ്ചായത്തിനൊക്കെ അവിടെ ഒരു കടയിൽ. നമുക്ക് അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കാണ്. നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടില്ല. നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇരിക്കാൻ വരെ സീറ്റ് കിട്ടിയത്. കാരണം അത്രയ്ക്ക് തിരക്ക്. കാരണം പാഴ്സലും എല്ലാം പോവുകയും എല്ലാം ലൈവായിട്ട് അന്നേരം അങ്ങനെ നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ്, ഞാൻ ചേട്ടന് ഫ്രൈഡ് റൈസാണ് പറയുന്നത്, മോക്ക് പിന്നെ പൊറോട്ട. കാരണം അവർക്ക് എവിടെ പോയാലും നമുക്ക് പൊറോട്ട മതി. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അവിടെ എല്ലാം അവർ അന്നേരം തന്നെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ക്ഷമയോടെ ഇരിക്കണം. പക്ഷെ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്തിരുന്നാലല്ല കിട്ടുന്ന ഫുഡെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡ്, നല്ല ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂടോടെ നല്ല ആവി ഉറക്കുന്ന ഫുഡാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം പിന്നെ മോടെ ചിക്കൻ ഫ്രൈയും വന്ന്, ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞാലും നല്ല അടിപൊളിയാണ്. കാരണം അവരുടെ മസാലയും വെച്ചാൽ നല്ല അടിപൊളി മസാലയായിരുന്നു. എന്താ പറയുക, പ്രത്യേക ടേസ്റ്റ്. എന്ത് മസാലക്കൂട്ട് അവരതിനകത്ത് ചേർത്തില്ല, അവരുടേതായിട്ടുള്ള ഒരു റെസിപ്പി എന്തായാലും അവരതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അവളോട് ചോദിക്കുന്നത് ചിക്കൻ ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷനൊക്കെയാണ് കാണിക്കുന്നത്. അല്ല, ഞാനും ഒരു ചിക്കൻ ഫ്രൈ എടുത്തു കേട്ടോ. എന്നുവെച്ചാൽ നല്ല എരിവും ഉപ്പും നല്ല മസാലക്കൂട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി മോക്ക് ചെന്നപ്പോൾ തൊട്ട് അവിടെ കണ്ട അതിനകത്തായിരുന്നു ഗോലി സോഡയിൽ. അവൾക്കാണെങ്കിൽ ഒരു ബ്ലൂബെറിയുടെ ഇതും, ഞാനൊരു ഗ്രീൻ ആപ്പിളും, ചേട്ടനൊരു പൈനാപ്പിളിൻ്റെയാണ് മേടിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആളാണ്ട് ഗോലി സോഡ മാറ്റി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഗോലി എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളത് അന്നേരം തന്നെ അവിടെ വെച്ച് ഫുഡും കുടിച്ചിട്ട് ഇപ്പം ഞാൻ മാറി വെച്ചിരുന്നു. തോരാൻ വേണ്ടി ഞങ്ങൾക്ക് മഴ തോന്നുമ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ എണ്ണിക്കണം. എനിക്ക് തിരിച്ചു പോയാൽ പ്രതീക്ഷിച്ചു. കാരണം രാത്രി നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ആൾ പറയുന്നില്ല നമുക്ക് പോകാം. അപ്പോഴും ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആൾ കൊണ്ടുപോകും കേട്ടോ. നമ്മൾ ഇച്ചിരി നേരമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് പറയാനേ പോട്ടെ, ഇനിയും പോകണ്ട, നാളെ പോകാനൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വലിയ ആളെയും കൊണ്ട് പോയി. എല്ലാവരും നല്ല അടിപൊളി ഫുഡ്, എല്ലാവരും കുഴപ്പമില്ല പഞ്ചായത്ത് ഒരു കൊണ്ടുപോയി കടലിൽ നിന്ന് വേണം കേട്ടോ. അടിപൊളി ഫുഡ് അവിടുത്തെ പറഞ്ഞ് അറിയിക്കുന്നവരുടെ പൊറോട്ടയാണെങ്കിലും എല്ലാം എന്താ വെച്ചാൽ എല്ലാം എന്താ. പക്ഷെ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു, അതുപോലെ തിരക്ക്. പക്ഷേ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ഫ്രൈഡ് റൈസ് ആയിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ട് എല്ലാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫുഡെല്ലാം കഴിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ.